വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്നൊരു യാത്ര പോവാണ്. വണ്ടിയുടെ ഫ്രണ്ട് സീറ്റിലേക്ക് ഇരുന്നിട്ട് ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് ഭംഗിയായിട്ട് ഇങ്ങനെ നല്ല റോഡിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇന്ന് ഞാൻ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഒരു 7 വാനര സംഘങ്ങളും കൂടിയുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് തെന്മല എക്കോ ടൂറിസത്തിലേക്ക് പോകാനായിട്ടാണ് ഈ യാത്ര തുടങ്ങിയത്. നമ്മൾ രാവിലെ ഒരു 5:30 ആയപ്പോഴത്തേനും നമ്മൾ കോട്ടയത്ത് നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഇന്നോവയായിരുന്നു. നമ്മളിത് 33617, പിന്നെ ഡ്രൈവറേൽ കൂട്ടി നമ്മൾ 8 പേരുണ്ട്. അങ്ങനെ നമ്മൾ എക്കോ ടൂറിസം കാണാനായിട്ട് രാവിലെ തന്നെ പോയി. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. വണ്ടിക്കകത്ത് പാട്ടൊക്കെ വെച്ചിട്ട് കുറച്ചുകൂടി വലിയൊരു ട്രാവലറൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായിട്ട് നിന്നതുള്ളായിരുന്നു. പക്ഷേ എന്നാലും സാരമില്ല, നമ്മൾ കിട്ടിയ അവസരം കൊണ്ട് കിട്ടിയ സ്ഥലത്ത് നമ്മൾ ആവശ്യത്തിനുള്ളതൊക്കെ മുതലാക്കിയിട്ടുണ്ട്. നമ്മൾ പാട്ടൊക്കെ വെച്ച് തുള്ളി കളിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. ഒരു എൻജോയ്മെൻറ്റ് മൂഡല്ലേ, അപ്പോൾ തകർക്കണമല്ലോ. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി. അവസാനം നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഇതാണ് തെന്മല എക്കോ ടൂറിസം. അവിടെ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഫോട്ടോയൊക്കെ അവർ പുറത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ അകത്ത് കയറിയിട്ട് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റിന് എനിക്ക് തോന്നുന്നു 614 രൂപയാണ് പെർ പേഴ്സണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആട്ടോ. നമുക്ക് അത്ര പൈസ ആണെങ്കിലും നമുക്കത് ഒരിക്കലും നഷ്ടമല്ല. ഞാനത് വിചാരിച്ചു, അയ്യോ ഇത്രയും പൈസ കൊടുത്തിട്ട് പോയി കാണേണ്ട കാര്യങ്ങളുണ്ടോ എന്നൊക്കെയായിരുന്നു എൻ്റെ ഇത്. പക്ഷേ അങ്ങനെയല്ല. അപ്പൊ ഇത് ഇതായി പോവോ? പൊഴിഞ്ഞു പോവും. എവിടെ പോവാ ചേച്ചി? ഞാനോ? ഞാൻ ഡിയർ പാർക്കിൽ പോവുകയാണ്. തെന്മല ഡിയർ പാർക്ക്. ഇവിടെ ഡിയർ പാർക്കിൽ എന്തായിരിക്കും ഉണ്ടാവുക? ഡിയർ. ഇപ്പൊ ഞങ്ങൾ മ്ലാവിനെ കണ്ടു. ഈ വീഡിയോ ഇട്ടാ നിന്റെ റീച്ചും പോ. ദിസ് ഈസ് ഫോർ മൈ യൂട്യൂബ്. നീ മറ്റൊരു സൈലന്ത്രി ദേവി ഒരു അതിന് നിങ്ങൾ ഞങ്ങൾ ആ ഹിൽ പാലസിലേക്ക് വന്നാൽ മതിയായിരുന്നു. നിറച്ച് കൂട്ടിനകത്തിട്ടുണ്ട് ഇഷ്ടംപോലെ. ഹിൽ പാലസില് അവസാനം പൊട്ടി വീഴരുത്. ചാടാൻ പോവാം. ഡിയർ പാർക്ക് എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ അധികം ഡിയേഴ്സിനൊന്നും കണ്ടില്ല. പക്ഷേ അതിന് നല്ലൊരു അടിപൊളി സ്ഥലങ്ങളായിരുന്നു നമുക്ക് കിട്ടിയത്. കാരണം കുഞ്ഞു പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ ഊഞ്ഞാല, സീസ, അങ്ങനത്തെ കുറേ സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. എന്നത് ജ്യോതിയൊക്കെ വീഡിയോ ഫോട്ടോ എടുത്തോ? എടി ഫോട്ടോ എടുത്തോ? ഒന്നും പറയാനില്ല, ഞങ്ങൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. കാരണം നല്ല രസമുണ്ടായിരുന്നു. കുറേ നല്ല അടിപൊളി നിമിഷങ്ങൾ നമുക്ക് കിട്ടി. പഴയ കാലത്തിലേക്ക് ഒന്ന് പോയ അതേ പ്രതീതിയായിരുന്നു നമുക്ക്. ഈ നമ്മുടെ പാക്കേജിൽ ഇഷ്ടംപോലെ ഓരോ സ്ലോട്ട് നമുക്ക് അലോക്കേറ്റ് ചെയ്ത് തരും. അപ്പോൾ ഓരോ ആക്ടിവിറ്റിക്ക് ഓരോ സമയം അവർ തരും. അപ്പോൾ നമ്മൾ ആദ്യം ഡിയർ പാർക്കിൽ നമ്മൾ നേരെ ഇനി പോകുന്നത് നമ്മൾ ബോട്ടിങ്ങിനാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്വഞ്ചർ പാർക്കിലാണ്. അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ ലൈറ്റിൻ്റെ എന്തോ ഇതൊക്കെ ഉണ്ട്. അതൊക്കെ നൈറ്റായിരുന്നു. അപ്പോൾ നൈറ്റ് നമുക്ക് എന്തായാലും പോകാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കിട്ടിയ സമയം കൊണ്ട് പോകാൻ പറ്റുന്ന അത്രയും സ്ഥലത്ത് പോയിട്ട് വരാമെന്നായിരുന്നു നമ്മുടെ പ്ലാനിങ്.
അങ്ങനെ നമ്മളിപ്പോൾ നേരെ ബോട്ടിങ്ങിന് പോവാണ്. ഇതിന്റെ മണ്ടേ കൂടെ കേശവനില്ല, നമുക്ക് അതിന് പോവാം. നമുക്ക് ഏതെങ്കിലും കടല് പറ്റി നടക്കാം. നമ്മളിപ്പോൾ ബോട്ടിങ്ങിന് പോകാനായിട്ട് വന്നേക്കും. ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്. പക്ഷേ നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കൊടയൊക്കെ പൊക്കിക്കൊണ്ട്. എനിക്കാണെങ്കിൽ കണ്ണു പിടിക്കണില്ല കേട്ടോ വെയിൽ കാരണം. കണ്ണൂർ ആ ഭാഗം കണ്ടു. നമ്മൾ ബോട്ടിൽ കയറി. പിന്നെ ഓൾറെഡി നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ കേരളത്തിൽ പൊട്ടിക്കത്തെ ചൂടാണ്. അതുകൊണ്ട് ഞങ്ങൾ നല്ല വെയിലത്താണ് പോയേക്കുന്നത്. നല്ല ചീഞ്ഞ് നാറി നല്ല വേർത്ത് കുളിച്ചിട്ടൊക്കെയാണ് എത്തിയത്. പിന്നെ ഓൾറെഡി വെയിലായതുകൊണ്ട് മഴയൊന്നും കിട്ടാത്തത് കൊണ്ട് വെള്ളം ഭയങ്കരമായിട്ട് കുറവായിരുന്നു. അതുകൊണ്ട് നമുക്ക് കാട് മുഴുവൻ കാണാൻ പറ്റി. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൃഗങ്ങളെ ഒന്നും കാണാൻ പറ്റിയില്ല. നോർമലി അവിടെയൊക്കെ മൃഗങ്ങൾ വെള്ളം കുടിക്കാനൊക്കെ വരുന്നതാണ്, ആന, പുലിയൊക്കെ. പക്ഷെ നമുക്ക് ഉച്ചയായതുകൊണ്ട് അതൊന്നും കാണാൻ പറ്റിയില്ല. അത് ഭയങ്കരമായിട്ട് മിസ്സായി. പക്ഷെ നമുക്ക് വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ മിക്കവാറും അവിടെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട്, ഇപ്പോൾ ഞാൻ പാക്കേജിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം പൈസ കൊടുത്തിട്ട് നമുക്ക് അതിന് മാത്രം കയറിയിട്ട് വരാം. പക്ഷേ അങ്ങനെ വരുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര നഷ്ടമാണ്. കാരണം ഇതിപ്പോൾ 600 റുപ്പീസിന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. പക്ഷേ അതാകുമ്പോഴത്തേനും നമുക്ക് ആകെ ബോട്ടിങ്ങിന് തന്നെ ഈ പറഞ്ഞ 300 രൂപേൻ്റെ അടുത്താവും. ഇങ്ങനത്തെ ഇതൊക്കെ പേടിയുണ്ടാകും. പേടിയെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഈ വെയിറ്റ് ഉള്ളത് കാരണം ഇങ്ങനെ പോകുമെന്നൊക്കെ എനിക്ക് പേടിയാണ്. പക്ഷെ അടിയിൽ മറ്റേ സാധനം ഉണ്ട്, അതാണ് കുഴപ്പമില്ലായിരിക്കും. നീ എന്നെയും കൂടി പേടിപ്പിക്കാതെ. അവിടെ നിന്ന് ഇങ്ങോട്ട് ന്യൂട്ടന്റെ ഏതൊരു എനിക്കും അതാ പ്രശ്നം. അങ്ങനെ ഇവിടെ അഡ്വഞ്ചർ പാർക്കിൽ വന്ന് അവിടെ നിന്ന് നമ്മൾ ഒരുപാട് സാധനങ്ങളുണ്ട് അവിടെ നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ സിപ്പ് ലൈനിൽ കയറി, അതുപോലെ തന്നെ വേറെ ഇങ്ങനെ തൂങ്ങി പിടിച്ച് പോകുന്ന അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇപ്പം നമ്മൾ അതിനകത്ത് ബോട്ടിങ്ങിനാണ് കയറിയിരിക്കുന്നത്. പക്ഷേ നമ്മൾ കയറിയ ബോട്ട് ഭയങ്കര ശോകമായിട്ടുള്ളൊരു ബോട്ടായിരുന്നു. എത്ര അതിൽ ഒരു പെഡൽ അനങ്ങുന്നുണ്ടായിരുന്നില്ല, ഒരെണ്ണം മാത്രമേ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എത്ര ചവിട്ടിയിട്ടും അതങ്ങോട്ട് നീങ്ങുന്നുണ്ടായിരുന്നില്ല. അവരവിടെ വേറൊരു ബോട്ട്, 2 ബോട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളവർ അതിനകത്ത് കയറി, അത് നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ടായിരുന്നു. അവരടുത്തത് കയറാനായിട്ട് പോവുകയാണ്. കണ്ണൊക്കെ അടുത്തിരുന്നു. അതെ ഇപ്പൊ കാണാം. ഇല്ല പതുക്കിയാ, ഒത്തിരി പതുക്കിയാ. നല്ല രസാ.
നല്ല രസമല്ലേ? കേരള നീ ചോദ്യങ്ങൾ കേരള ഗൈസ് മടുത്തു ഗൈസ്. എങ്ങനെയുണ്ടല്ലോ എക്സ്പീരിയൻസ്? സൂപ്പർ. ചൂടാണ്. വേറെ കുഴപ്പമില്ല. നമ്മളൊക്കെ ഞാനൊക്കെ ചീഞ്ഞ് അടിഞ്ഞു. നിന്റെ അര കിട്ടാന ബെൽറ്റ് മാത്രമേ ഉള്ളൂ, വേറെ ബെൽറ്റൊന്നും ഇല്ല. ആടുന്നുണ്ട്. നീ കേറടി. കിട്ടി കിട്ടി കിട്ടി. പിന്നെ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറ്റാലം പോയി. അവിടെ വാട്ടർഫോൾസ് കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. പക്ഷേ നമ്മുടെ നിർഭാഗ്യവശാൽ ഒടുക്കത്ത് വെയിലായതുകൊണ്ട് മിക്ക സ്ഥലത്തും വെള്ളം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാന്നുള്ള എൻ്റെ മോഹം നടന്നില്ല. പക്ഷേ ബാക്കിയെല്ലാം കൊണ്ട് നമ്മൾ നല്ല അടിപൊളിയായിട്ട് അന്നത്തെ ദിവസം നമ്മൾ എൻജോയ് ചെയ്തായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്കുള്ള വഴിയാണ്. റിട്ടേൺ വീട്ടിലെത്താറായി. സോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ.